അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക, അതാണ് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യത എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, എല്ലാ ദോഷങ്ങളും അത് മായ്ക്കപ്പെടും. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സാലിഹാ യുകഫിർ അൻഹു സയ്യിആതിഹി വയുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഇതും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമാണ്. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്, അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅള്ളിം ലഹു അജ്റ. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, അവന് മഹത്തായ പ്രതിഫലം ലഭിക്കും. ഇതാണ് തുടക്കത്തിൽ ഞാൻ പാരായണം ചെയ്ത സൂക്തത്തിൻ്റെ അർത്ഥം. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻ നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമ. പക്ഷേ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഒരൊറ്റ ക്ലോസ് ഉണ്ട്, ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട്. വൻ പാപങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ നമ്മുടെ വൻ പാപങ്ങൾ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. വലിയ ഗ്രേറ്റ് സിൻസിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം, എങ്കിലേ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടൂ എന്ന് ഹദീത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റമളാനാണ് വരുന്നത്. റമളാൻ എന്ന പദത്തിൻ്റെ അർത്ഥം പാപങ്ങൾ കരിച്ചു കളയുന്നത് എന്നാണ്. അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഖാല ഫിൽ ജുമുഅ ഇലൽ ജുമുഅ വറമളാനുൻ ഇലാ റമളാൻ കഫാറത്തുൻ ലിമാ ബൈനഹുന്ന ഇദാ ഇജ്തുനിബത്തിൽ കബായിർ. ഇത് റസൂലിൻ്റെ ഒരു വചനാണ്. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ എല്ലാ പാപങ്ങളും പൊറുക്കും. ബട്ട് ദർ ഈസ് എ വൺ കണ്ടീഷൻ, ഒരൊറ്റ ക്ലോസ് ഉണ്ട്. അതെന്താണ് ആ കണ്ടീഷൻ? വൻ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം, വലിയ തെറ്റുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. എങ്കിലേ ഒരു റമളാൻ മുതൽ മറ്റൊരു റമളാൻ വരെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ നാം വിശ്വാസിയായി തീരുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തെറ്റുകൾ തിരുത്താൻ രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്ന് സ്കൂൾ അല്ലെങ്കിൽ മദ്രസ, അത് തെറ്റ് തിരുത്താനുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ രണ്ടാമത് ജയില് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തിരുത്താനുള്ള സ്ഥലമാണ്. സ്കൂളായാലും മദ്രസയായാലും തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തിരുത്താനുള്ള സ്ഥലം. എന്നാൽ ജയിലെന്ന് പറയുന്നതോ തെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിരുത്താനുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളായാലും കുട്ടികൾ നിരന്തരം തെറ്റുകൾ ചെയ്യുന്നു. കാരണം എന്താ? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനുള്ള അവസരമില്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല. ശിക്ഷിക്കരുത്, ശിക്ഷിച്ചാൽ നമ്മളാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ജയിലിൽ ഒരാൾ കുറ്റം ചെയ്ത് ജയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ കൂടെ കൂടി വീണ്ടും അവർ തെറ്റിലേക്ക് പോവുകയാണ്, തെറ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം. ഇങ്ങനെ രണ്ട് കോൺട്രഡിക്ഷൻ, രണ്ട് പ്രശ്നം നമുക്ക് തെറ്റ് തിരുത്തേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തെറ്റുകൾ തിരുത്താനുള്ളതാണ്, തെറ്റിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് പറയുന്നത്. മലയാളത്തിൽ ഒരു പ്രോവർബ് ഉണ്ട്, മാതാ പിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും ഗുരുവും ദൈവതുല്യരാണ്. ദൈവതുല്യരെന്ന് പറഞ്ഞാൽ നോട്ട് ക്ലോസ് ടു ദ ഗോഡ്, പക്ഷേ ദൈവത്തോളം സ്ഥാനമുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ മാതാപിതാക്കളെയും ഗുരുക്കളെയും നമ്മൾ ബഹുമാനിക്കണം എന്ന് പറയുന്ന ഒരു പ്രോവർ മലയാളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അതല്ല പറയുന്നത്. മാതാ പിതാ ഗുരു എന്നതിന് പകരം AI, മാതാപിതാ AI, അതാണ് ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഗുരു എന്ന് പറയുന്നത് ഇപ്പോൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. അങ്ങനെ അവർ ചിന്തിക്കുന്നതേ ഇല്ല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഇൻഫ്ലുവൻസറായി നമ്മൾ ആരെയാണ് കാണുന്നത്?
പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് അവർ ഇൻഫ്ലുവൻസർ. അത് പ്രൊഫറ്റാണ് നമുക്ക് ഇൻഫ്ലുവൻസ്, നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് നൽകുന്നത്. പക്ഷേ നമ്മളിപ്പോഴും ഏതൊരു കുറ്റകൃത്യത്തിലും പിടിക്കപ്പെടുന്ന ആളുകൾ എന്താണ്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞു, അത് അനുകൂലമായോ, നമുക്കത് മുക്കഫിറാത്തായോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ അത് നമുക്ക് കഫാറത്തായിരുന്നോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? കഫാറത്താകണമെങ്കിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, വൻ പാപങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നെങ്കിൽ മാത്രമേ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ നമ്മൾ വിശുദ്ധരാകുന്നുള്ളൂ, നമ്മൾ വിശ്വാസികളാകുന്നുള്ളൂ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അക്ബറുൽ കബായിർ അൽ ഇശ്റാഖു ബില്ലാഹ് വഖത്ലുൻ നഫ്സ് വഉഖൂഖുൽ വാലിദൈൻ വശഹാദത്തുസ് സൂർ. 4 കാര്യങ്ങൾ വൻ പാപങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് എന്താ അറിയോ? അത് ഇശ്റാഖു ബില്ലാഹ്, ശിർക്ക് ചെയ്യലെന്നാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ അടുത്ത് ഒരു വിഭാഗത്തിൻ്റെ കുനിയ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്ത് വലിയൊരു സംഗമം നടന്നു, വലിയൊരു കോൺഫറൻസ്, ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിച്ചു. അവിടെ എന്താണ് നമ്മൾ കണ്ടത്? മരിച്ചുപോയ മഹാന്മാർ അവിടെ വന്നിരുന്നു എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മേളനത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുവോ? നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുവോ? എന്താണ് ദുആഇനെ കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്? അദ്ദുആ ഹുവൽ ഇബാദ. ദുആ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ആരാധന എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ആരാധന എന്ന് പഠിപ്പിച്ച ആ ഒരു തത്വത്തിൻ്റെ, ആ ഒരു ആശയത്തിൻ്റെ വാക്താക്കളാകുന്നതിന് പകരം പക്ഷേ ആ ദുആ പോലും അല്ലാഹു അല്ലാത്തവരിലേക്ക് അർപ്പിക്കുന്ന ഒരു വിഭാഗം ഇനിയും നമ്മുടെ നാടുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ലെങ്കിൽ എത്ര 100ാം വാർഷികം ആഘോഷിച്ചിട്ടും കാര്യമില്ല, തൗഹീദ് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവർ പറഞ്ഞു വെച്ചു, എന്താണെന്നറിയോ? അറഫ കഴിഞ്ഞാൽ കുനിയ സമ്മേളനം കേരളത്തിലെ അറഫയാണെന്ന് പോലും പറഞ്ഞു, അവിടെ പ്രസംഗിച്ചു. കേരളത്തിലെ അറഫ എങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുക? അങ്ങനെ നമുക്കൊരിക്കലും തന്നെ പറയാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലോകത്ത് ഇന്നുമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആളുകൾ ഇന്ന് ചിലരൊക്കെ കേസുണ്ട് കോടതികളിൽ. എന്തിനു വേണ്ടിയാണ് കേസ്? മക്ബറകൾക്ക് വേണ്ടിയാണ് കേസ്. മക്ബറകൾ, CM സെന്റർ അത് നമ്മുടേതാണ്, CM മക്കാം അത് നമ്മുടേതാണ്. ഫൈറ്റിംഗ് ബിറ്റ്വീൻ 2 സമസ്താസ്, 2 സമസ്തകൾ തമ്മിലുള്ള ഇപ്പോഴുമുള്ള കേസാണ്. എന്താണ്? CM സെന്റർ അത് നമ്മുടേതാണ്. ഇങ്ങനെ എന്താണ് അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് മക്ബറയ്ക്ക് വേണ്ടി. മക്ബറ എന്ന് പറയുന്നത് അത് തൗഹീദിൻ്റെ ഇടമാണോ? ഒരിക്കലുമല്ല, അത് ശിർക്കിൻ്റെ ഇടമാണ്. അങ്ങനെയുള്ള തൗഹീദിന് ഘടകവിരുദ്ധമായ കാര്യം ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കണം, റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെ നമുക്കത് തണലാകുന്നില്ല. രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളോടുള്ള കടമയാണ്. ഉഖൂഖുൽ വാലിദൈൻ, അത് അക്ബറുൽ കബായിറാണ്, വൻ പാപമാണ്, അത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മിനൽ കബായിർ ശത്മുർ റജുലി വാലിദൈ, ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുന്നത് പോലും അതുപോലും വൻ പാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എപ്രകാരമായിരുന്നു? We have to criticize ourselves. നമ്മൾ സ്വയം ക്രിറ്റിസൈസ് ചെയ്യണം. അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്ത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നന്നായി പരിരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ഭാഗമാണ്. അല്ല, നമ്മുടെ റമദാൻ നമുക്ക് അനുകൂലമായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനിവിടെ ഒരു കോടതിയുടെ വിധി അത് കേൾക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരുപാട് തവണ I have repeated again and again that verdict. ഒരു കോടതിയുടെ വിധി, ഒരു മാതാവിനെ കൊലപ്പെടുത്തിയ തോഹ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മുന്നിൽ, അതല്ലെങ്കിൽ ഒരു യുവാവിൻ്റെ മുന്നിൽ ജഡ്ജ് വായിക്കുന്ന വിധിയുണ്ട്. യാ തോഹ കുന്ത ത്വാലിബൻ ബികുല്ലിയത്തി ദിറാസാത്തിൽ ഇസ്ലാമിയ്യ ഫിൽ അസ്ഹർ അശ്ശരീഫ്. തോഹ,
നീ അസ്ഹർ ഷരീഫിലെ കുല്ലിയത്തു ദിറാസത്തുൽ ഇസ്ലാമിയിലെ യു ആർ എ സ്റ്റുഡന്റ്, ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷേ ഉമ്മയോട് എങ്ങനെ പെരുമാറണമെന്ന് നീ അവിടെ നിന്ന് പഠിച്ചിരുന്നു. പക്ഷേ നീ ഒരു വലിയ കുറ്റം ചെയ്തു. ആകാശവും ഭൂമിയും കുലുങ്ങുന്നതായ കുറ്റം നീ ചെയ്തു. അത് ഹാഫിളത്തായ നിന്റെ ഉമ്മയെ നീ കൊന്നതാണ് തോഹ. ഖുർആൻ പഠിപ്പിക്കുന്ന നിന്റെ ഉമ്മയെ നീ കൊന്നതാണ് തോഹ. 55 വയസ്സുള്ള നിന്റെ ഉമ്മയെ നീ കൊന്നതാണ് തോഹ. ആരെയാണ് നീ കൊന്നത്? ഖതൽത ഉമ്മക് വഹിയ ഹമലത്. നിന്നെ ഗർഭം ചുമന്ന ഉമ്മ, ആ ഉമ്മയെ നീ കൊലപ്പെടുത്തി. അവര് നിന്നോട് യാചിച്ചു, കൊലപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നിന്നോട് ഒരുപാട് യാചിച്ചു, എന്നെ വിടണേ എന്നവർ ഒരുപാട് നിന്നോട് ചോദിച്ചു. പക്ഷേ നീ കൂട്ടാക്കിയില്ല. അവരെ നീ കഴുത്തിന് പിടിച്ചു, ഞെരിച്ചു കൊന്നു, നിന്നെ ഹൈജാക്ക് ചെയ്തു, വഞ്ചനയും ചതിയും ഹൈജാക്ക് ചെയ്തു. ഒരു പെൺകുട്ടിയെ ഒരു എന്താ പറയാ, ഒരു ലവേഴ്സ്, ആ ലവറിനെ കല്യാണം കഴിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് തോഹ എന്ന് പറയുന്നതായ ഒരു യുവാവ് തൻ്റെ ഉമ്മയെ കൊല്ലുന്നത്. ഈ കൊല്ലുമ്പോൾ അവൻ ആലോചിച്ചിട്ടില്ല തൻ്റെ ഉമ്മ തന്നെ ഗർഭം ചുമന്ന് പോറ്റി വളർത്തിയതാണ്, പ്രയാസത്തിന്മേൽ പ്രയാസത്തിൽ ഗർഭം ചുമന്ന് പോറ്റി വളർത്തിയതാണ്, മുലപ്പാൽ നൽകിയ ഉമ്മയെയാണ് കൊന്നത് എന്നൊരിക്കലും ആ തോഹ എന്ന് പറയുന്ന കുട്ടി അല്ലെങ്കിൽ യുവാവ് ചിന്തിച്ചില്ല. അങ്ങനെയുള്ള യുവാവിൻ്റെ മുമ്പിൽ ഈ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് ഈ ഒരു വിധി വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നരയാതിരിക്കുകയില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തൻ്റെ വെല്ലിമ്മയെ കൊന്നത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്. തൻ്റെ ഉമ്മയെ തലക്കടിച്ച് ഹോസ്പിറ്റലിലാക്കിയത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്. തൻ്റെ അനുജനെ കൊലപ്പെടുത്തിയത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്. ഇങ്ങനെയുള്ള ചില സംഗതികൾ, കള്ളിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമയിലായി മുസ്ലിം സമൂഹം ഇങ്ങനെ ജീവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ അറിയുന്നതാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ നമ്മോട് ചോദിക്കണം, അക്ബറുൽ കബായിർ, മാതാപിതാക്കളോട് എന്ന് പറയുന്നത് പോലും തെറ്റായി ഗണിക്കുന്ന ഇസ്ലാമിൻ്റെ സന്ദേശം കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അബറൽ ബിർരി സിലത്തുൽ വലദ് അഹ്ല വുദ്ദി അബി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ സുഹൃത്തുക്കളോട് പോലും നന്മ ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പിതാവ് മരിച്ചുപോയി അല്ലെങ്കിൽ മാതാവ് മരിച്ചുപോയി, അവരുടെ മരണശേഷം അവരുടെ സുഹൃത്തുക്കളെ നമ്മൾ ബഹുമാനിക്കുക, അവരെ ക്ഷണിക്കുക, അവരോട് സലാം പറയുക, അവരോട് എന്താണ് സഹവാസം പുലർത്തുക, അവരോട് വി ഹാവ് ടു സ്ട്രെങ്തൻ അവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം, അവരുമായുള്ളതായ നമ്മുടെ ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തുക. അതെല്ലാം വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളം അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മളൊന്ന് നോക്കണം. ചില വീടുകൾ ഇന്ന് ശൂന്യമാവുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് പ്രകാരം 61,000 വീടുകളിൽ ആൾത്താമസമില്ല. 61,000 വീടുകളിൽ ആൾത്താമസമില്ല. എന്താണെന്നറിയോ? കുറേ ആളുകൾ വിദേശത്ത് ജോലി പോയിരിക്കുക, എന്നിട്ടോ ആൾത്താമസമില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ വാർദ്ധക്യം ചെന്ന മാതാപിതാക്കളുണ്ട്, അല്ലെങ്കിൽ അവർ വൃദ്ധസദനത്തിലുണ്ട്, മക്കളൊക്കെ വിദേശത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുക, മാതാപിതാക്കളെ നോക്കാൻ ആളില്ല. അങ്ങനത്തെ 61,000 വീടുകൾ ഒരൊറ്റ ജില്ലയിൽ ഉണ്ട് എന്ന് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നു. നമ്മളെവിടെ? നമ്മുടെ മാതാപിതാക്കൾ എവിടെ? നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ് നമ്മുടെ മാതാപിതാക്കളോടുള്ള എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി കൊലപാതകം, അത് ഏറ്റവും വലിയൊരു കുറ്റമാണ്, അത് അക്ബറുൽ കബായിറാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതിനെന്തെങ്കിലും ഒരു സഹായമോ അല്ലെങ്കിൽ അതിനോട് നമ്മൾ മൗനം പാലിക്കുകയോ അതിനെ അംഗീകരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതും ഏറ്റവും വലിയ പാതകമായ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വമൻ യഖ്തുൽ മുഅ്മിന മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ വഅദിബല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദലഹു അദാബൻ അളീമ. വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപന. ഒരാളെയും കൊല്ലാൻ പാടില്ല, കൊല്ലുന്നത് നല്ലതല്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു. എന്താണ്?
ദീപക് കുമാർ എന്ന് പറയുന്നതായ ഒരു ജിംനേഷ്യം നടത്തുന്നതായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു മുസ്ലിം വ്യാപാരി ബാബ എന്ന പേരിലുള്ളതായ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. ആ ഷോപ്പിൻ്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞ് ചില ആളുകൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ ദീപക് കുമാർ എന്ന് പറയുന്നതായ അവിടെയുള്ളതായ ഒരു ജിംനേഷ്യം നടത്തുന്നതായ ഒരു മനുഷ്യന് അതിനെ തടഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. ചില നല്ല കാര്യങ്ങൾ, കൊലക്കെതിരെ, തിന്മക്കെതിരെ, തെറ്റുകൾക്കെതിരെ ഇങ്ങനെയുള്ള ചില ചെറുത്തുനിൽപ്പുകൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും തന്നെ തിരിച്ചറിയാതിരിക്കരുത്. ഇതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഒരു ഇന്ത്യക്കാരൻ പോയി അദ്ദേഹം കുറച്ച് നട്ട്സുകൾ വാങ്ങാൻ ശ്രമിച്ചു. ഒരു ഉന്തുവണ്ടിയിൽ നട്ട്സുകൾ വിൽക്കുന്ന ഒരാളിൽ നിന്നും നട്ട്സ് വാങ്ങാൻ ശ്രമിച്ചു. നട്ട്സ് വാങ്ങി 50 രൂപക്ക് നട്ട്സ് വാങ്ങി. എന്നിട്ട് 50 രൂപ എടുത്തു കൊടുത്തതോ ഇന്ത്യൻ മണി 100 രൂപ കറൻസി എടുത്തു കൊടുത്തു. പാവം ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ത്യൻ കറൻസി ഇത് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് സ്വീകരിച്ചാൽ ഇത് കൂടുതൽ മൂല്യമുള്ളതല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും സ്വീകരിച്ചില്ല. അപ്പോൾ ഒരു പാകിസ്ഥാൻ്റെ ഒരു 50 രൂപ എടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എവിടുത്തുകാരനാ? അപ്പോൾ അദ്ദേഹം ഈ വാങ്ങിയ ആൾ പറഞ്ഞു, ബയർ പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനാ. നിങ്ങൾ സച്ച് ബോൾ രഹാവ്, നിങ്ങൾ സത്യമാണോ പറയുന്നത് എന്ന് ചോദിച്ചു. അതെ, സത്യമാണ് പറയുന്നത്. എങ്കിൽ ഈ 50 രൂപ നിങ്ങൾ വെച്ചോളൂ, നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. ഇങ്ങനെയുള്ള ആളുകൾ ലോകത്തുണ്ട്, ഇങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഡിവിഡൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വളർത്തുക, ഇതല്ല വേണ്ടത്. മനുഷ്യർ എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കാനുള്ളതാണ്. മനസ്സിലാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ആ രീതി അതല്ലെങ്കിൽ അത് നമ്മൾക്കിടയിൽ വളർന്നു വരണം. അതാണ് കൊലക്കെതിരെ, വിദ്വേഷത്തിനെതിരെ, തെറ്റുകുറ്റങ്ങൾക്കെതിരെ ആ രീതിയിൽ ജീവിതം നയിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മുടെ പ്രമാണങ്ങൾ, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഹദീത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ആ രീതിയിൽ സത്യത്തിന് വേണ്ടി കൂട്ടുനിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, ഈ നോമ്പ് അതല്ലെങ്കിൽ റമളാൻ നമുക്ക് അനുകൂലമാവണമെങ്കിൽ ഷഹാദത്തു സൂർ, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഷഹാദത്തു സൂർ, എല്ലാവരും വിചാരിച്ചത് ഷഹാദത്തു സൂർ എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ വെറും കോർട്ടിൽ മാത്രമാണോ ഷഹാദത്തു സൂർ എന്ന് പറയുന്നത്? ഒൺലി ഇൻ കോർട്ട്, അവിടെ മാത്രമാണോ ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം വഹിക്കാതിരിക്കുക എന്നുള്ളത്? വിശുദ്ധ ഖുർആനിലൊരു വചനം, സൂറത്തുൽ ഫുർഖാൻ, വല്ലദീന ലാ യശ്ഹദൂന സൂറ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ ലാ യശ്ഹദൂന സൂറ, സൂറിന് അവർ സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്കൊരായത്ത് കാണാവുന്നതാണ്. ഇതിൽ നിന്ന് പലതും വ്യാഖ്യാനിക്കാൻ കഴിയും. പണ്ഡിതന്മാർ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ആ ആയത്തിന്. ഉദാഹരണമായി നമുക്കൊരു കാര്യം നോക്കാം. നമ്മൾ കള്ള ബില്ലുകൾ ഒപ്പിക്കാറുണ്ടോ? കള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കൈക്കലാക്കാറുണ്ടോ? കള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കൈക്കലാക്കാറുണ്ടോ? ഇതെല്ലാം ദ ടൈപ്പ് ഓഫ് ഷഹാദത്തു സൂർ. ഇതെല്ലാം ഷഹാദത്തു സൂറാണ്. നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഫാൾസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഫാൾസ് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഷഹാദത്തു സൂറാണ്. എല്ലാം ഷഹാദത്തു സൂറാണ്. അതുപോലെ തന്നെ ഒരാൾ മാനേജേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ള കോൺട്രാക്റ്റ് നടത്തുക, അതിൽ നിന്ന് വെട്ടിപ്പ് നടത്തുക, ഇതെല്ലാം ഷഹാദത്തു സൂറാണ്. ഇത്തരം തിന്മകൾ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് കള്ളത്തരം പറയുക, അതിന് കൂട്ടുനിൽക്കുക, ഇതെല്ലാം ഷഹാദത്തു സൂറിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. വെറും കോർട്ടിൽ പോയി കള്ളസാക്ഷ്യം നടത്തൽ മാത്രമല്ല ഷഹാദത്തു സൂർ എന്ന് നാം തിരിച്ചറിയണം. ആ രീതിയിൽ ജീവിതത്തെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ജീവിതത്തെ നമ്മൾ ഓരോരുത്തരും ചിട്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ അക്ബറുൽ കബായിർ, റമളാൻ നമുക്ക് അനുകൂലമാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. ഒരു ജുമഅ മുതൽ മറ്റൊരു ജുമഅ വരെ നമ്മുടെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ, ഒരു റമളാൻ മുതൽ മറ്റൊരു റമളാൻ വരെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ തീർച്ചയായും നമ്മൾ വൻ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം, വലിയ കുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്തരം കുറ്റങ്ങൾ വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ജീവിതത്തെ ശുദ്ധീകരിക്കാനും ജീവിതത്തെ നല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊണ്ടുവരാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീക്കും ഇബാദല്ലാഹ് വസാനിയം ബിതഖ്വല്ലാഹ്.
ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇജ്തനിബു അസ്സബ അൽ മുബിഖാത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതാണ്, 7 വൻപാപങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പം ഞാൻ 4 വൻപാപങ്ങളെക്കുറിച്ച് പറഞ്ഞു. 7 വൻപാപങ്ങളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിലൊന്ന് റസൂൽ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ അശ്ശിർക്കു ബില്ലാഹ്. രണ്ടാമത്തത് പറഞ്ഞത് അസ്സിഹർ, സിഹിർ തെറ്റാണ്. സിഹിർ അധിഷ്ഠിതമായിട്ടുള്ളതായ വിശ്വാസങ്ങളും തെറ്റാണ്, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. വമിൻ ശർരിൻ നഫാതാതി ഫിൽ ഉഖദ്. എല്ലാ ദിവസവും നമ്മൾ ചെറിയ സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ ഈ സൂറത്ത് ഓതും. പക്ഷേ മാമാന വമിൻ ശർരിൻ നഫാതാതി ഫിൽ ഉഖദ്, അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത് തെറ്റായ കാര്യങ്ങളാണ്. എന്നാൽ ശരിയായ മന്ത്രങ്ങളുണ്ട് റസൂൽ പഠിപ്പിച്ച. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില മന്ത്രങ്ങളുണ്ട്, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മന്ത്രങ്ങളുണ്ട്, ശരീരത്തിൽ ഊതേണ്ടതുണ്ട്, ശരീരത്തിൽ തടവേണ്ടതുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യണം. എങ്കിൽ സിഹിറുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രവും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല, അത് തെറ്റാണ്. അത്തരം കേന്ദ്രങ്ങളെ നമ്മൾ സമീപിക്കാൻ പാടില്ല, അത് തെറ്റാണ്. അതിന് വേണ്ടി, അതിൻ്റെ വ്യാപാരത്തിന് വേണ്ടി ഒരു കേന്ദ്രം നമ്മൾ പടുത്തുയർത്താൻ പാടില്ല, അതും തെറ്റാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. രണ്ടാമതായി പറഞ്ഞത് വഖത്തുൽ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഒരു മനുഷ്യനെ വെറുതെ കൊല്ലാൻ പാടില്ല, ഒരു മനുഷ്യനെ വെറുതെ കൊല്ലാൻ പാടില്ല. അങ്ങനെ വെറുതെ കൊല്ലുന്നത് നമ്മൾ പരാമർശിക്കും. മൂന്നാമതായി പറയുന്നത് വആക്കിലുർ റിബ. വആക്കിലുർ റിബ. ഇപ്പോൾ റമദാൻ വരികയാണ്. കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ ഇന്ന് നമ്മുടെ അക്കൗണ്ടുകളിലൊക്കെ എന്താണ് ബാലൻസ്, ഇൻട്രൻസ് ബാലൻസ് ഇങ്ങനെ കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് റെഡിയായോ? കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെയുള്ള നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടോ? വി ഹാവ് ടു റീതിങ്ക് അബൌട്ട് ഇറ്റ്. ആ ഇൻട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോഴും പലിശയുടെ കൂടെയാണോ നടക്കുന്നത്? വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം എന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ ഫഇൻ ലം തഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹ്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഒരുക്കമല്ലെങ്കിൽ അള്ളാഹു നിങ്ങളോട് യുദ്ധത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ പലിശയിൽ നിന്ന് ഇനിയും രക്ഷപ്പെടാൻ നമുക്ക് ഭാവമില്ലെങ്കിൽ അള്ളാഹു നിങ്ങളോട് വലിയ യുദ്ധത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഅക്കിലു മാലൽ യതീം വതവല്ലി യൗമ സഹഫ് വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത്. ഇതെല്ലാം വൻപാപങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യതീമിൻ്റെ മുതൽ ഭക്ഷിക്കാൻ പാടില്ല, അന്യൻ്റെ ഒരു മുതലും ഭക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ യൗമുസ്സഹഫ്, യുദ്ധ ദിവസം പിന്തിരിഞ്ഞോടാൻ പാടില്ല. നമ്മൾ ഇസ്സത്തോടു കൂടി നിലനിൽക്കണം. പേടിച്ച് ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലൊന്നും നമ്മൾ പോണ്ട. ആര് വന്നാലും ഈമാനുണ്ടോ നമ്മൾ അവിടെ തന്നെ നിൽക്കണം. വി ഹാവ് ടു സ്റ്റേബിൾ ഇൻ എനി ടൈം, ഇൻ എനി പ്ലേസ്. ഡോണ്ട് മൂവ് ടു അതർ പ്ലേസസ്. പോണ്ട, എവിടെയും പോണ്ട, യുദ്ധത്തിലും പോണ്ട, എല്ലാത്തിടങ്ങളിലും പോണ്ട. നമ്മൾ എവിടെയാണോ വിശ്വാസം മുറുകെ പിടിച്ച് നിലനിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, ആ രീതിയിൽ നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുപോലെ തന്നെ വെറുതെ ആളുകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലായാലും മറ്റെന്തിനായാലും എന്തെങ്കിലും വെറുതെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് പറയരുത്, ഇല്ലാത്തത് പറയരുത്, നല്ല സ്ത്രീകളെക്കുറിച്ച് പറയരുത്, വേണ്ടാത്തത് പറയരുത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖ് വഅയ്രിഹി ഒരിക്കൽ ഇബ്നു അബ്ബാസിനോട് ചോദിക്കുകയുണ്ടായി, അൽ ഖബായിർ സബ്, ഈ വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ ഒരു ഹദീസിൽ പറഞ്ഞു 4, ഇപ്പോൾ ഒരു ഹദീസിൽ പറഞ്ഞു സബുൽ മുബിഖാത്ത് 7. ഈ 7 എണ്ണം ഉള്ളൂ വൻ പാപങ്ങൾ എന്ന് ഇബ്നു അബ്ബാസിനോട് ആരൊക്കെയോ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഖാല അയ്യ ഇല 70 അക്രം, 70ഓളം നമുക്ക് എണ്ണിയാൽ കിട്ടും. 70ഓളം. ഒരാൾ നിസ്കരിക്കുന്നില്ല, ഒരാൾ പറയാം വൻ പാപം എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യാതിരിക്കുക, മാതാപിതാക്കളെ ഉപദ്രവിക്കാതിരിക്കുക, കള്ളസാക്ഷ്യം വഹിക്കാതിരിക്കുക, പലിശ ഭക്ഷിക്കാതിരിക്കുക, സിഹിർ ചെയ്യാതിരിക്കുക, ഇതൊക്കെ ഇതിൽ നിന്ന് വിട്ടു നിന്നാൽ എൻ്റെ റമദാൻ സ്വീകരിച്ചു എന്ന് വിശ്വസിക്കേണ്ട. ചിലർ നിസ്കരിക്കാതെ നടക്കും. നിസ്കാരം അതിലപ്പുറം, നിസ്കാരം അതിൻ്റെ മുകളിലാണ്. ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ ഹി ആൾസോ ഡൺ ഗ്രേറ്റ് സിൻ, വലിയ കുറ്റമാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം വലിയ കുറ്റം എന്ന് പറഞ്ഞാൽ വെറും 7 അല്ല 4 അല്ല, ചിലപ്പോൾ എണ്ണിയാൽ 70 വരെ എത്തുമെന്ന് ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, വലിയ സഹാബി, വലിയ മുഫസ്സിർ. അദ്ദേഹം പറയുന്നു അത് എണ്ണിയാൽ ചിലപ്പോൾ 70 വരെ എത്തും. അപ്പോൾ നമുക്ക് നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയണം. നമ്മുടെ രഹസ്യങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം.
അല്ലെങ്കിൽ ഇപ്പോഴിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസ് നമ്മൾ കേട്ടില്ലേ? എപ്സ്റ്റീൻ ഫയൽസ് നമ്മൾ കേട്ടില്ലേ? ഒരാൾ എന്താണ് മൊസാദിൻ്റെ ഏജൻറ്റ് ജാഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നതായ ഒരു വ്യക്തിത്വം. അദ്ദേഹം അമേരിക്കൻ ഫിനാൻസറാണ്. അദ്ദേഹം എന്തു ചെയ്തു? ഒരു ദ്വീപ് വിലക്ക് വാങ്ങി. ആ ദ്വീപിൽ വലിയ വലിയ ലോകത്തിലെ നേതാക്കളെയൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് എന്ത് ചെയ്യാനാ? തെറ്റ് ചെയ്യാൻ, ചെറിയ കുട്ടികളുമായി തെറ്റ് ചെയ്യാൻ. ലോകം നടുക്കുന്ന വാർത്തകൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. എന്താണ്? ടേക്ക് കെയർ ഓഫ് യുവർ പ്രൈവറ്റ് ലൈഫ്. നമ്മളെ പ്രൈവറ്റ് ലൈഫിനെ നമ്മൾ നന്നായി സൂക്ഷിക്കണം. രഹസ്യത്തിലുള്ള ജീവിതം നമ്മൾ നന്നായി സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് വിൽ ടേക്ക് കെയർ ഓഫ് യു ഇൻ പബ്ലിക് ലൈഫ്, യുവർ പബ്ലിക് ലൈഫ്. അള്ളാഹ് നിങ്ങളുടെ പബ്ലിക് ലൈഫിനെ അള്ളാഹ് സംരക്ഷിക്കും. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, നമ്മൾ നമ്മുടെ രഹസ്യം സൂക്ഷിച്ചാൽ അള്ളാഹ് വിൽ പ്രൊട്ടക്റ്റ് us. അള്ളാഹ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് വലിയൊരു തത്വമാണ്, വലിയൊരു ആശയമാണ്. ഈ തത്വത്തിൻ്റെ മുമ്പിൽ ഒരാളും എന്താകാൻ പോകുന്നില്ല, പരാജയപ്പെടാൻ പോകുന്നില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ, രഹസ്യത്തിൽ നമ്മുടെ മൊറാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, അത് പബ്ലിക്കിൽ നമ്മുടെ ജീവിതം അള്ളാഹ് പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിനാൽ നമ്മൾ തിരിച്ചറിയണം, ജീവിതം എന്നുള്ളത് വെറും ഹദീത്തുകൾ നമ്മളിങ്ങനെ കേട്ടുപോകാനുള്ളതല്ല, ഓരോ ആഴ്ചയും നമ്മളിങ്ങനെ കേട്ടുപോകാനുള്ളതല്ല. വി ഹാവ് ടു പ്രാക്ടീസ് സംതിങ് ഫ്രം സെയിൻസ് ഓഫ് ഹോളി പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും പ്രൊഫറ്റിൻ്റെ ഒരു വചനെങ്കിലും ഇന്നത്തെ ഖുത്ബയിൽ നിന്ന് ഞാനും നിങ്ങളും വി ഹാവ് ടു പ്രാക്ടീസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ എന്തൊരു സാഹചര്യത്തിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയും, ആ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റമളാനിനെ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തീർത്ത് തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നല്ല രീതിയിൽ ജീവിതത്തെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 1-2 പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാര്യമാർ സുഖമില്ലാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടത്തേക്ക് വരുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ അനുജന്മാർ അവരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പല സഹോദരങ്ങളും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആശുപത്രിയിലുള്ളവർക്കും പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചു പോയവരുണ്ട്, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അടുത്തവർ, അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി ഫയാ ഖാദിയൽ ഹാജാത്ത് اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين برحمتك يا أرحم الراحمين.